കൊല്ലം പുനലൂരിൽ ആദിവാസി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ കാട്ടിൽ മരിച്ച നിലയിൽ അരയ്ക്ക് താഴേക്ക് മുറിവേറ്റ നിലയിലാണ് മൃതദേഹമുള്ളത്. തേൻ വിൽപ്പനയ്ക്കായി കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്നും പോയത്. പുനലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഇതെന്താണ് ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നറിയുന്നു? എന്തെങ്കിലും വന്യജീവി ആക്രമണമോ മറ്റോ ആണോ? എന്താണ് വിവരങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസമാണ് തേൻ വിൽപ്പനയ്ക്കായി വീട്ടിൽ നിന്നും സോമരാജൻ പുറപ്പെട്ടത്. പിന്നാലെയാണ് ഇദ്ദേഹത്തെ തൊട്ടടുത്ത വീടിന് തന്നെ സമീപത്തുള്ള കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ നാട്ടുകാരാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് വാർഡ് മെമ്പർ കവിത ഈ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അരയ്ക്ക് താഴെ മുറിവേറ്റ നിലയിലാണ് മൃതദേഹം എന്തായാലും കാണപ്പെട്ടത്. എന്തായാലും പുനലൂർ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൃഗത്തിന്റെ ആക്രമണമാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അതിനിടയിൽ മരണപ്പെട്ടതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും അസ്വാഭാവിക മരണത്തിനടുത്ത കേസിൽ പോലീസ് അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെ ഈ മരണത്തിൽ ദുരൂഹത നിലവിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അരയ്ക്ക് താഴെയുള്ള മുറിവ് അത് ഏത് തരത്തിലുള്ള മുറിവാണ്, അതിന്റെ സ്വഭാവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.